ഉണ്ണികൃഷ്ണൻ്റെ ബാലലീലകൾ. ജ്യേഷ്ഠാനുജന്മാരായ ബലരാമനും കൃഷ്ണനും രണ്ട് ചങ്ങാതിമാരെ പോലെയാണ് ഒന്നിച്ചു വളർന്നത്. രണ്ടുപേരും വ്രജവാസികളുടെ കണ്ണിലുണ്ണികളായി തീർന്നു. കുസൃതികളും കേളിവിലാസങ്ങളും കൊണ്ട് അവർ സകലരുടെയും ഹൃദയം കവർന്നെടുത്തു. വളയും തളയും കിങ്ങിണിയും പൊന്നരഞ്ഞാണവും കഴുത്തിൽ പുലിനഖവും കുഴൽമോതിരവും കോർത്തുള്ള മാലയും ധരിച്ച് ആ ബാലന്മാരിരുവരും ഗോപകവാടത്തിൽ സർവത്ര ദിക്കിലും ഓടി നടന്ന് കളിക്കുന്നത് ഏവർക്കും നയനാന്തകരമായ ഒരു കാഴ്ചയായിരുന്നു. ഗോപസ്ത്രീകൾ പശുക്കളെ കറക്കാനിരിക്കുമ്പോൾ അവർ പാല് കുടിക്കാൻ വേണ്ടി പാത്രവുമായി ഓടിയെത്തും. കൊടുത്തില്ലെങ്കിൽ കറക്കാൻ സമ്മതിക്കാതെ പശുക്കളുടെ വാലിൽ തൂങ്ങിക്കിടന്ന് ആടുകളോ കിടാങ്ങളെ അഴിച്ചിട്ട് കൊടുപ്പിക്കുകയോ ചെയ്യും. ചിലപ്പോൾ ആരും കാണാതെ വീടുകളിൽ ചെന്ന് കാച്ചി വെച്ചിരിക്കുന്ന പാലെടുത്ത് കുടിച്ചിട്ട് പകരം പച്ചവെള്ളമോ മൂത്രമോ പാത്രത്തിൽ നിറച്ച് വയ്ക്കും. ചിലപ്പോൾ ഉറിയിൽ വച്ചിരിക്കുന്ന പാത്രങ്ങളുടെ മൂട് കുത്തിത്തുളച്ച് മേൽപോട്ട് നോക്കി വായ് പുലർന്നു നിന്ന് അവയിലിരിക്കുന്ന പാലോ തൈരോ വെണ്ണയോ വായിൽ വാങ്ങും. ആരെങ്കിലും വന്ന് കണ്ടുപോയാൽ വേറെ എന്തെങ്കിലും കപടനാട്യം കൊണ്ട് അവരുടെ ദേഷ്യം ശമിപ്പിക്കും. അവരുടെ ശല്യം സഹിച്ചുകൂടാതെ വരുമ്പോൾ അവർ യശോദയുടെ അടുക്കൽ ചെന്ന് പരാതി പറയും. പക്ഷേ പരാതിക്കാർക്ക് പിറ്റേ ദിവസം ഒരു തുള്ളി പാല് പോലും കറക്കാനുണ്ടാവുകയില്ല. കിടാങ്ങളെ അഴിച്ചുവിട്ട് പാല് മുഴുവനും കുടിപ്പിച്ചിരിക്കും. ക്രമേണ വീട്ടിലും തുടങ്ങി മോഷണങ്ങൾ. പാൽക്കലവും തൈരിൻകുടവും എല്ലാം ഉറിയിലാണ് യശോദ വയ്ക്കാറ്. ഉണ്ണികളുടെ കയ്യെത്താത്ത വിധം അത്ര ഉയരത്തിലാണ് ഉറി. ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ ഒരു പീഠം വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഏങ്ങി നിന്ന് ഉറി കയ്യെത്തിച്ച് പിടിച്ചു. അപ്പോഴേക്കും പീഠം മറിഞ്ഞു വീണു. ഉറിയിലെ പിടിവിട്ടാൽ താഴെ വീഴും. അങ്ങനെ ഉറിയിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുമ്പോൾ യശോദ അത് കണ്ട് ഓടി വരികയും പിടിച്ച് താഴെ ഇറക്കുകയും ചെയ്തു. ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കൊതിയും കള്ളത്തരങ്ങളും പ്രസിദ്ധമാണ്. പലപ്പോഴും വെണ്ണ കട്ടു തിന്നുന്നതിനു പുറമെ മറ്റു വിധത്തിലുള്ള പല തട്ടിപ്പുകളും കണ്ണൻ കാട്ടിയിരുന്നു. യശോദ ചിലപ്പോൾ അവൻ്റെ വലത്തെ കയ്യിൽ കുറേ വെണ്ണ വച്ച് കൊടുത്താൽ അയ്യോ ഈ കയ്യിലും വെണ്ണ വയ്ക്കാത്തത് കൊണ്ട് അത് കരയുന്നു എന്ന് പറഞ്ഞ് ഇടത് കൈയും നീട്ടും. രണ്ട് കൈയിലും വെണ്ണ കഴിയുമ്പോൾ മറവിൽ പോയി അത് മുഴുവൻ തിന്നിട്ട് മടങ്ങി വന്ന് അത് മുഴുവൻ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും യശോദ വീണ്ടും വെണ്ണ കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ വെണ്ണ വിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ തടഞ്ഞിരുന്ന് ശ്വാസം മുട്ടുന്നത് പോലെ അഭിനയിച്ച് കണ്ണുമിഴിക്കും. വെണ്ണ തൊണ്ടയിൽ നിന്നിറങ്ങാനുള്ള ഉപായം പാല് കുടിക്കലാണെന്ന് പറഞ്ഞ് കുറേ പാല് കൂടി അകത്താക്കും. ഇപ്രകാരം ഭഗവാന്റെ ലീലകൾ പറഞ്ഞാലൊടുങ്ങാത്ത വണ്ണമാണ്. അസമയങ്ങളിൽ അയൽവീടുകളിൽ ഒളിച്ചു കിടന്ന് വെണ്ണയും പാലും പലഹാരങ്ങളും കവർന്നെടുത്ത് കഴിക്കുക, പകരം പാത്രങ്ങളിൽ ചാണകമോ മൂത്രമോ നിറച്ചു വയ്ക്കുക, ഉറികൾ തല്ലി തകർക്കുക, പാത്രങ്ങൾ തച്ചുടയ്ക്കുക, പശുക്കുട്ടികളെ അഴിച്ചുവിട്ട് പാല് കുടിപ്പിക്കുക മുതലായ പരാതികൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരുന്നു. യശോദ തല്ലാൻ ചെന്നാൽ ഒന്നുകിൽ ഓടിക്കളിക്കും, അല്ലെങ്കിൽ നർമ്മ സംഭാഷണങ്ങൾ കൊണ്ട് യശോദയുടെ കോപം ശമിപ്പിക്കും. അയൽവാസികൾക്ക് നേരിട്ട നഷ്ടം കൊടുത്തും മറ്റ് യശോദ അവരെ സമാശ്വസിപ്പിച്ചു വന്നു. ഒരു ദിവസം ഉണ്ണിക്കണ്ണനും ബലരാമനും കൂട്ടുകാരൊന്നിച്ച് മണ്ണുവാരി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കണ്ണൻ കുറേ മണ്ണുവാരി തിന്നു. കൂട്ടുകാർ ഈ വിവരം യശോദയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. യശോദ ഒരു കൊച്ചു വടിയും എടുത്ത് കണ്ണൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അടിക്കാനൊങ്ങിക്കൊണ്ട് അവനോട് മണ്ണ് തുപ്പാൻ പറഞ്ഞു. താൻ മണ്ണ് തിന്നിട്ടില്ലെന്ന് മറ്റുള്ളവർ തന്നെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി കള്ളം പറയുകയാണെന്ന് ഉണ്ണി പറഞ്ഞു. വാ തുറക്കൂ നോക്കട്ടെ എന്നായി യശോദ. ഉണ്ണി വാ തുറന്നു. ഈ ബ്രഹ്മാണ്ടം മുഴുവനും അതിൻ്റെ ഒരു കോണിൽ അമ്പാടിയും ഗോപപാടിയും അവിടെ വാ പിളർന്നു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയും തല്ലാനോങ്ങി അവൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന തന്നെപ്പോലും യശോദ കൊച്ചുവായിൽ ദർശിച്ചു. അവൾ ഭയചകിതയായി വേഗം വായ പൂട്ടാൻ അപേക്ഷിച്ചു. കണ്ണൻ വാ പൂട്ടിയപ്പോൾ എല്ലാം പഴയ പോലെ ദൃശ്യമായി. തൻ്റെ ഓമനപുത്രൻ സാക്ഷാൽ മുകുന്ദൻ തന്നെയാണെന്ന് യശോദയ്ക്ക് ബോധ്യമാവുകയും അവനെ വാരിയെടുത്ത് പുണരുകയും ചെയ്തു. മറ്റൊരു ദിവസം യശോദ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കണ്ണനുണ്ണി അവൻ്റെ ശരീരം മുഴുവൻ വിയർപ്പും ചേറുമണിഞ്ഞിരുന്നു. അവൻ പെട്ടെന്ന് കളി നിർത്തി ഓടി വന്ന് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് മുല കുടിക്കാൻ തുടങ്ങി. മുലയും കൊടുത്ത് തൈര് കലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുപ്പത്തിരിക്കുന്ന പാൽപാത്രം വാങ്ങി വയ്ക്കാറായി എന്ന് യശോദയ്ക്ക് ഓർമ്മ വന്നത്. ഉടനെ ഉണ്ണിയെ താഴെ ഇരുത്തിയിട്ട് അവൾ പാൽക്കലം വാങ്ങി വയ്ക്കാൻ പോയി. മുല കുടിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയതുകൊണ്ട് ഉണ്ണിക്ക് ദേഷ്യം വന്നു. അടുത്ത് കിടന്നിരുന്ന ഒരു അമ്മിപ്പിള്ള എടുത്ത് അവൻ തേർക്കലം തല്ലി ഉടച്ചു. തൈര് നിലത്താകെ പരന്നു. കലത്തിൽ ശേഷിച്ചിരുന്ന തൈരും വെണ്ണയും വാരി വായ്ക്കകത്താക്കി. കുറേ ഒരു കുരങ്ങന് കൊടുത്തു. ഒരു പൂച്ച വന്ന് നിലത്ത് കിടന്ന്
തൈര് നക്കിക്കൂടി ഇച്ചു തുടങ്ങി. യശോദ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതെല്ലാമായിരുന്നു. അവൾ കോപം കൊണ്ട് വിറച്ചു. ഒരു വടിയെടുത്ത് ഉണ്ണിയെ തല്ലാനാൻ അടുത്തു. അവൻ ഓടി. യശോദ പിന്നാലെ ഓടി. ഓടി ഓടി അവൾ തളർന്നു. ഇനി ഒട്ടും ഓടാൻ വയ്യാതെ ഒറ്റത്തിരുന്നു. അമ്മയുടെ ദൈന്യതയിൽ അനുകമ്പ തോന്നിയ കണ്ണൻ അവൾക്ക് പിടികൊടുത്തു. വളരെയധികം ഓടിക്കപ്പെട്ടതിനാൽ കോപം വർദ്ധിച്ചിരുന്ന യശോദ കണ്ണനെ പിടിച്ച് ഒരു ഉരലിൽ കെട്ടിയിടാൻ ഒരുങ്ങി. കെട്ടിത്തുടങ്ങിയപ്പോഴുണ്ട് കയറിന് 2 വിരൽ നീളം കുറവ്. ഒരു കഷ്ണം കയർ കൊണ്ടുവന്ന് ഇഴച്ച് കെട്ടി. എന്നിട്ടും കയറിന് 2 വിരൽ നീളക്കുറവ്. അങ്ങനെ കെട്ടി ഇനി കെട്ടാൻ കയറില്ലാതായി. 2 വിരൽ നീളക്കുറവ് എപ്പോഴുമുണ്ട്. കണ്ടു നിന്നിരുന്ന ഗോപസ്ത്രീകളും കുട്ടികളുമെല്ലാം ചിരിക്കാൻ തുടങ്ങി. ദേഷ്യവും നൈരാശ്യവും കൊണ്ട് യശോദ ആകെ പരവശയായി. അമ്മയുടെ പരവശതയും നിസ്സഹായതയും കണ്ട് കനിവ് തോന്നിയ കണ്ണൻ ബന്ധനത്തിന് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ അവൻ ഉരലിനോട് ചേർത്ത് കെട്ടപ്പെട്ടു. ഇനി നീ അനങ്ങുന്നതൊന്ന് കാണട്ടെ എന്നുള്ള ഭാവത്തിൽ യശോദ മറ്റു ജോലികൾക്കായി പോയി. ബന്ധനസ്ഥനായ കണ്ണനെ കളിയാക്കിക്കൊണ്ട് കുട്ടികളെല്ലാം ചുറ്റും കൂടി. കൈകൊട്ടി ആർത്ത് വിളിച്ചു. കണ്ണനാകട്ടെ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ഉരലും വലിച്ചുകൊണ്ട് നടന്നു തുടങ്ങി. പെട്ടെന്ന് ഇടിവെട്ടും പോലെ ഉണ്ടായ ഒരു ശബ്ദം ഗോകുലം മുഴുവൻ വിറപ്പിച്ചു. എല്ലാവരും ഭയന്ന് ഓടിയെത്തി. എന്താണ് സംഭവിച്ചത്? അടുത്തടുത്ത് നിൽക്കുന്ന 2 മരുതുവൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി കണ്ണൻ ആ കല്ലുരൽ വലിച്ചപ്പോൾ ഉരൽ ആ വൃക്ഷങ്ങളിൽ തടയുകയും വലിയുടെ ശക്തി കൊണ്ട് വൃക്ഷങ്ങൾ രണ്ടും കടപുഴകി മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോഴുണ്ടായ ശബ്ദമാണ് എല്ലാവരും കേട്ടത്. മറിഞ്ഞു വീണ വൃക്ഷങ്ങളിൽ നിന്ന് 2 യക്ഷന്മാർ പുറത്തു വന്നു. കുബേരൻ്റെ പുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനുമായിരുന്നു അവർ.